ഹലോ നമസ്കാരം എല്ലാവർക്കും ആസ്പിരൻസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലത്തെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ സംസ്ഥാനത്ത് നടത്തുന്ന കർമ്മ പരിപാടി. ഉത്തരം ഓപ്പറേഷൻ അമൃത്. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ ചോദ്യം നോക്കാം. ആദ്യ ചോദ്യം: ലോകത്ത് ആദ്യമായി ചാണകത്തിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം. ഉത്തരം ജപ്പാൻ. കോസ്മോസ് എന്നതാണ് ഈ എഞ്ചിന് നൽകിയ പേര്. അടുത്ത ചോദ്യം: ഗ്രഹാന്തര പര്യവേക്ഷണങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ചൊവ്വയിലേക്ക് 2 വർഷത്തിനുള്ളിൽ ആളില്ലാ സ്റ്റാർഷിപ്പ് അയക്കുന്നത്. ഉത്തരം സ്പേസ് എക്സ്. ലോകസമ്പന്നരിൽ ഒന്നാമനായ ഇലോൺ മസ്ക് ആണ് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ. അദ്ദേഹം ഏറ്റെടുത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ. നിലവിൽ ഇത് എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം: ക്യാൻസർ മരുന്നുകളുടെ GST എത്ര ശതമാനമായിട്ടാണ് കുറച്ചത്? ഉത്തരം 5%. നേരത്തെ ഇത് 12% ആയിരുന്നു. അടുത്ത ചോദ്യം: കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം. ഉത്തരം കുട്ടനാട്. അടുത്ത ചോദ്യം: ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യം. ഉത്തരം പൊളാരിസ് ഡോൺ മിഷൻ. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റാണ് പൊളാരിസ് ഡോണിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. അടുത്ത ചോദ്യം: സൈബർ തട്ടിപ്പ് തടയാൻ 5 വർഷത്തിനുള്ളിൽ വിദഗ്ധരായ 5000 സൈബർ കമാൻഡോകളെ വിന്യസിപ്പിക്കുന്നത്. ഉത്തരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അടുത്ത ചോദ്യം: 2024 സെപ്റ്റംബറിൽ നടന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡിന് വേദിയായ രാജ്യം. ഉത്തരം ഹംഗറി. ഹംഗറിയുടെ തലസ്ഥാന നഗരമായ ബുഡാപെസ്റ്റിൽ വെച്ചാണ് ചെസ് ഒളിമ്പ്യാഡ് നടന്നത്. അടുത്ത ചോദ്യം: ഇൻഫോർമ കണക്ട് അക്കാദമി റിപ്പോർട്ട് പ്രകാരം 2027ഓടെ ലോകത്തെ ആദ്യ ട്രില്യണിയർ ആകുമെന്ന് കരുതപ്പെടുന്നത്. ഉത്തരം ഇലോൺ മസ്ക്. അടുത്ത ചോദ്യം: രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ തീവണ്ടിയുടെ സർവീസ് നടക്കുന്നത്. ഉത്തരം അഹമ്മദാബാദ് മുതൽ ഭുജ് വരെ. നിലവിൽ നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആകെ ദൂരം 360 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം: 2024 പാരീസ് പാരാലിമ്പിക്സ് പുരുഷന്മാരുടെ ക്ലബ്ബ് ത്രോയിൽ സ്വർണം നേടിയത് ആര്? ഉത്തരം ധരംബീർ നെയ്ൻ. ഹരിയാന സ്വദേശിയായ ധരംബീർ 34.92 മീറ്റർ എറിഞ്ഞാണ് സ്വർണം നേടിയത്. ഇനി ഇന്നത്തെ നിങ്ങൾക്കുള്ള ചോദ്യം: ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമ ഏത്? നിങ്ങളുടെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.